കഴിഞ്ഞ ജനുവരി 20-നാണ് വാഴക്കുളം സെന്റ് ലിറ്റിൽ തെരേസാസ് ഹൈസ്കൂളിലെ വാഹനം പതിവ് പോലെ കുട്ടികളുമായി പോകവേ 9:30 കല്ലൂർക്കാട് നീറമ്പുഴ കവലയിൽ വെച്ച് ഡ്രൈവർ ആരക്കുഴ മേമടങ്ങ് മുണ്ടയ്ക്കൽ വിനോദ് ഭാസ്കർ, ആയ കല്ലൂർക്കാട് കോട്ടക്കവല കളപ്പുരയ്ക്കൽ മേമ്പിൾ സജീവ് 25 കുട്ടികളുമടങ്ങുന്ന പുതിയ വാഹനം സാങ്കേതിക തകരാറ് മൂലം അഗ്നിക്ക് ഇരയായത്. ദുരന്ത വാർത്ത അറിഞ്ഞ ജനം ഏറെ ദുഃഖത്തിലും, എന്നാൽ ആർക്കും പരിക്കുകളില്ല എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ നാടും നഗരവും ഏറെ സന്തോഷത്തിലുമായി. ജീവൻ മറന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ ഡ്രൈവറെ ഇതിനോടകം നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു. എന്നാൽ ആയ മേബിൾ സജിയെ കാണാൻ ഞങ്ങൾ ആയവര പഞ്ചായത്തിലെ 11-ാം വാർഡ് ഉൾപ്പെടുന്ന ഏനാനെല്ലൂർ മുല്ലപ്പഴച്ചാൽ വീട്ടിലെത്തി. സംഭവത്തിന് ശേഷം 2 ദിവസമായി ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥ. ജീവിത പങ്കാളിയും അധ്യാപകരും ചേർത്ത് പിടിച്ചു, ആശ്വസിപ്പിച്ചു പുതുജീവിതത്തിലേക്ക്. വാഴക്കുളം സെന്റ് ലിറ്റിൽ തെരേസാസിൻ്റെ ബസ്സാണ്. ഞങ്ങൾ ആയവനിൽ നിന്ന് ഫസ്റ്റ് ട്രിപ്പ് പിള്ളേരെ എടുത്ത് വരികയായിരുന്നു. അങ്ങനെ നീറമ്പുഴ കവല വന്നപ്പോഴാണ് ചെറിയൊരു പുക കണ്ടേ ഉള്ളൂ. അത് കണ്ടിട്ട് ശ്രദ്ധയിൽപ്പെട്ട് വന്ന് തന്നെ ചേട്ടൻ വണ്ടി സൈഡാക്കി. പെട്ടെന്ന് തന്നെ പുക ഇങ്ങനെ കൂടി വരുമായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഒരു നിമിഷം ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പേടിച്ചു. പെട്ടെന്ന് വണ്ടി സൈഡാക്കി ഉടനെ തന്നെ കുട്ടികളെയെല്ലാം സുരക്ഷിതമായിട്ട് ഞങ്ങൾ പുറത്തിറക്കി. അതിന് അപ്പോഴത്തേക്കും പുക കൂടുതലായിട്ട് വന്നു. തീ ഭയങ്കരമായിട്ട് ആളിപ്പടർന്നു. 25 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും ഞങ്ങളുടെ സ്കൂളിൽ തന്നെ മറ്റൊരു വാഹനം പുറകിൽ വരുന്നുണ്ടായിരുന്നു. ആ വാഹനത്തിൽ ഈ കുട്ടികളെല്ലാം സുരക്ഷിതമായിട്ട് കയറ്റി. 2 കുട്ടികളുടെ എടുക്കാൻ പറ്റിയില്ല. അത് ഫ്രണ്ടിലാണ് ഇരുന്നത്. അവിടെ മുഴുവനും പുക കൊണ്ട് നിറഞ്ഞായിരുന്നു. അതുകൊണ്ട് 2 പിള്ളേരുടെ ബാഗ് എടുക്കാൻ സാധിച്ചില്ല. ഫസ്റ്റ് ട്രിപ്പിൽ 30 പേര്, സെക്കൻഡ് 28 അത്രയുള്ളൂ. അല്ല, ഇത് കണ്ട ഉടനെ ഞങ്ങൾ അതൊന്ന് പരിഭ്രമിച്ചു. എന്താണ്, അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ശരിക്കും പേടിച്ചു പോയി. എങ്കിലും ഞങ്ങളതൊന്നും ഇതാക്കിയില്ല. കുട്ടികളെ എങ്ങനെയെങ്കിലും പുറത്തിറക്കുക, വേഗം തന്നെ എത്രയും വേഗം കുട്ടികളെ സുരക്ഷിതമാക്കുമെന്ന് മാത്രമേ അന്നേരം ചിന്തിച്ചുള്ളൂ. പെട്ടെന്ന് തന്നെ കുട്ടികളെ സുരക്ഷിതമായിട്ട് പുറത്തിറക്കി. അപ്പോൾ ആ സമയം നിമിഷ നേരത്തിനുള്ളിൽ തന്നെ പുക പടർന്ന് തീ ആളി കത്തി. സ്കൂളിലെ സിസ്റ്റർ അന്നേരം തന്നെ ഞങ്ങളെ വീട്ടിൽ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തു. വിഷമിക്കണ്ട, പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. പിന്നെ എല്ലാ പേരൻസും തന്നെ വിളിച്ച് കുട്ടികൾക്കൊന്നും പറ്റിയില്ലല്ലോ, എല്ലാവർക്കും സമാധാനമായിരുന്നു, വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വിളിച്ച് ആശ്വസിപ്പിച്ചു. അവർക്കൊന്നും പറ്റാത്തതിൽ ഏറ്റവും വലിയ സന്തോഷം. ഒരു ദുരന്തമുണ്ടായാൽ, ഒരു അപകടമുണ്ടായാൽ ഒപ്പമുള്ളവരുടെ ആത്മധൈര്യവും ഇടപെടലും അപകടത്തിന്റെ ഭീകരത കുറയ്ക്കുമെന്ന വലിയ സന്ദേശമാണ് ഇവര് നാടിന് നൽകുന്നത്. അവരുടെ വലിയ മനസ്സിന് മുൻപിൽ, വലിയ പ്രവൃത്തികളുടെ മുൻപിൽ നമുക്ക് ശിരസ്സ് നമിക്കാം, അഭിനന്ദിക്കാം.